ഇടതുകോട്ടയിൽ പഞ്ചായത്ത് ഭരണം നഷ്ടമായി CPM. വിമതപക്ഷത്തെ തകർക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച CPM ഔദ്യോഗിക വിഭാഗത്തിലെ അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് നൽകി അവിശ്വാസ പ്രമേയം പാസാക്കി. വിമത നേതാവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനായിരുന്നു കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുള്ള CPMന്റെ ശ്രമം. CPM നിലപാടിനെതിരെ CPI രംഗത്തെത്തി. രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ CPM പിന്തുണയോടെ UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് പാർട്ടി കോട്ടയിൽ CPMന് പഞ്ചായത്ത് ഭരണം നഷ്ടമായത്. കുട്ടനാട്ടിൽ ഔദ്യോഗിക നേതൃത്വവുമായി കലഹിച്ച് CPM വിട്ട് നൂറുകണക്കിന് പ്രവർത്തകർ CPIയിൽ ചേർന്നതിനു പിന്നാലെയാണ് വിമതപക്ഷത്തെ ഒതുക്കാൻ CPM ജില്ലാ നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള പുതിയ നീക്കം. 13 പഞ്ചായത്ത് അംഗങ്ങളിൽ 4 UDF അംഗങ്ങളും 4 CPM അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. രാജേന്ദ്രകുമാറിനൊപ്പം 4 CPM അംഗങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. CPMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു. CPMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചാണ്. എന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതുകൊണ്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ 300ഓളം പേർ CPM വിട്ട് CPIയിൽ ചേർന്നതെന്നും വിമത വിഭാഗം പറയുന്നു. അതേസമയം കോൺഗ്രസുമായി ചേർന്നുള്ള നീക്കം CPMന്റെ അവസരവാദ സമീപനമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് വിമർശിച്ചു. 25 വർഷമായി CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഉൾപാർട്ടി പോരിന്റെ ഭാഗമായി അസാധാരണമായ രീതിയിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് കുട്ടനാട്ടിലെ ഔദ്യോഗിക CPM പക്ഷത്തിന്റെ നീക്കം. ജനം, ആലപ്പുഴ.